ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദർശ് ദുബായിക്കൊക്കെ പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആദർശിനെ കുരുക്കാനുള്ള വഴികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അബി. അവിടെയാണെങ്കിൽ പ്ലാനെല്ലാം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ആദർശിനെ തീർക്കുക, അല്ലെങ്കിൽ ജയിലിലടയ്ക്കുക. ഇതൊക്കെയാണ് അബിയുടെയും ലക്ഷ്യം. അതിനായിട്ട് അബിയും ജലജയും കൂടി കരുക്കളൊക്കെ നീക്കുകയാണ്. പോരാത്തതിന് ഒരു സൈഡിൽ നവ്യ എരിപിരി കയറ്റി കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ നവ്യാണെങ്കിൽ ഭയങ്കര പ്ലാനിങ്ങിലൊക്കെയാണ്. എങ്ങനെയായാലും വേണ്ടില്ല, പണം ഉണ്ടാക്കണം. പരസ്യത്തിൽ അഭിനയിച്ചാലും ശത്രുക്കളുടെ കൂടെ നിന്നാലും പണം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് സ്വന്തമായിട്ടൊരു ചെറിയ ജ്വല്ലറി എല്ലാം തുടങ്ങണം എന്ന് അബിയോട് പറഞ്ഞിട്ടൊക്കെ നിൽക്കുക. അപ്പോൾ അബി പ്രോത്സാഹിപ്പിച്ച് വിടുക. എന്ന ഈ സത്യങ്ങളൊക്കെ നമ്മുടെ നവ്യയോട് മുത്തശ്ശൻ വിളിച്ച് പറയുകയും പിന്നെ നവ്യ അതനുസരിച്ചാണ് കേട്ടോ പ്രവർത്തിക്കുന്നത് കുറച്ച് സമയത്തേക്ക്. അവസാനം നമ്മുടെ ജലജയുടെ ആ ഒരു അഹങ്കാരം സഹിക്കവയ്യാതെ നവ്യ പൊട്ടിത്തെറിക്കുകയാണ് ജലജയുടെ നേരെ. നിങ്ങളാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയുകയാണ് കേട്ടോ. നിങ്ങളെപ്പോലൊരു സ്ത്രീ കാരണമാണ് അബി ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞ് ശപിക്കുവാണ് ജലജയെ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. അതുപോലെ ഹൈപ്പ് ചെയ്യണേ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അബി എരിവ് കയറ്റി പോവുകയാണ് കേട്ടോ നവ്യയുമായിട്ട്. അപ്പോൾ നവ്യയും അഭിയും കൂടി ഇറങ്ങി വരികയാണ്. അപ്പോൾ നവ്യയ്ക്ക് പുതിയ ഒരു പ്രോജക്റ്റ് കിട്ടുകയാണ്. ഒരു മോഡലിംഗ് തന്നെയാണ്, എന്തോ ഒരു പരസ്യമാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരികയാണ്. പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി നവ്യ അഭിയും കൂടി ഇറങ്ങി വരിക. അപ്പം ഹോളിൽ എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ആരെയും മൈൻഡ് ചെയ്യാതെ ഭയങ്കര അഹങ്കാരത്തോടു കൂടിയാണ് നവ്യ ഇറങ്ങി വരുന്നത്. പുറകെ ജലജയും വരുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ അഭിയോട് ചോദിക്കുകയാണ്, അഭി നിങ്ങൾ എങ്ങോട്ടാണ് അഭി പോകുന്നതെന്ന് ചോദിക്കുക. അപ്പോഴേക്കും അഭി പറയാണ്, അത് ഇവക്കൊരു ഷൂട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് പോവുക, ആ പ്രൊജക്റ്റ് ചെയ്യാൻ. ഇവളെ ലൊക്കേഷനിൽ കൊണ്ട് വിടാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ പോവാമെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശി പറയുക, അഭി നീ ഒരു കാര്യം മനസ്സിലാക്കണം. നവ്യ ഇപ്പോഴത്തെ ദേഷ്യത്തിന് ഇങ്ങനെയൊക്കെ പറയുന്നതാണ്, പക്ഷേ സത്യങ്ങളൊക്കെ അറിയാവുന്ന ആൾ നീയല്ലേ, അതുകൊണ്ട് നീ കുറേയൊക്കെ ഒതുങ്ങണം എന്ന് പറയാണ്. നവ്യെ നീ പറഞ്ഞു മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള പരസ്യങ്ങളിലൊക്കെ അഭിനയിക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിന് മോശമല്ലേ. അന്ന് തന്നെ അവൾ ചെയ്തു കൂട്ടിയ പരസ്യം നീ കണ്ടില്ലേ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ നവ്യ പറയുക, എന്താ ഞാൻ ചെയ്ത പരസ്യത്തിന് കുഴപ്പം? എനിക്ക് പണം ആര് തരുന്നു അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ജോലി ചെയ്യും. ഞാൻ ചെയ്യുന്നത് ഒരു ജോലി തന്നെയാണ്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊരു രീതിയിലുള്ള ജീവിതം. രാജാക്കന്മാരെ എല്ലാം തൊഴുത് നിൽക്കണം എന്നുള്ളത് ഇവിടെയല്ലേ ഉള്ളൂ. എനിക്ക് എൻ്റേതായ സ്വാതന്ത്ര്യമില്ലേ. എൻ്റെ ഭർത്താവാണ് അബി, അബിക്കൊരു കുഴപ്പമില്ല. പിന്നെ എനിക്കെന്താ കുഴപ്പം? ഞാൻ പോയി ആഡ് ചെയ്ത് ഞങ്ങൾ കുറച്ച് പണം ഉണ്ടാക്കാൻ തന്നെയാണ്, അല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറയുക. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല നവ്യെ, പക്ഷേ നവ്യെ കുറച്ചുകൂടെ മാന്യമായ രീതിയിലുള്ള പരസ്യങ്ങളിൽ അഭിനയിക്കണം എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയാ, നവ്യെ നീ മുത്തശ്ശിയോട് ഇത്ര എതിരൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. മുത്തശ്ശി പറഞ്ഞതിലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ അന്ന് ചെയ്തു കൂട്ടി വെച്ച പരസ്യ ചിത്രം ഏതാണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുക. AK ജ്വല്ലറിയുടെ ആ പരസ്യം അത് അത്ര നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ എതിരാളികളാണ് അവർ. ദുബായിലും നമ്മുടെ ജ്വല്ലറിയെ തകർക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദർശാണെങ്കിൽ അങ്ങോട്ട് പോയിരിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളപ്പം ഇവിടെ അവരുടെ പരസ്യങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ തന്നെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ച് ഒരു നല്ല പോസിറ്റീവ് കാര്യമല്ലേ. അതുവഴി അവരുടെ മാർക്കറ്റിംഗ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ശത്രുക്കളെല്ലാം കണ്ടിരുന്ന് ചിരിക്കും. ഇതൊക്കെ അറിയാവാഞ്ഞിട്ടും അത്രയും മോശമായ ഒരു പരസ്യത്തിൽ കൂടി നീ അഭിനയിച്ചു. അതുപോലെ ഇനി വേണ്ടെന്നാണ് മുത്തശ്ശി പറഞ്ഞതെന്ന് പറയുക. അപ്പം നവ്യ പറയും, എന്നോട് ആരും പറയാനൊന്നും വരണ്ട. ദേ അമ്മായിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അമ്മായിയുടെ മരുമോളുണ്ടല്ലോ, ദേ ഇവള് നയന, ഇവളോട് പറഞ്ഞാൽ മതി. ഇനി എന്നെ ചട്ടവും മുറയും പഠിപ്പിക്കാനും സൽസ്വഭാവിയാക്കാനും ഒക്കെയാണ് എങ്കിലേ അമ്മായിയുടെ മോനുണ്ടല്ലോ ആദർശ്, അയാളെ ആദ്യം നേരെയാക്ക്. അയാളുടെ സ്വഭാവ മഹിമയെക്കുറിച്ചൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. എന്തിനാ അമ്മായി ഇങ്ങനെ എന്നെ ഉപദേശിക്കുന്നത്? ഞാൻ ഒന്നോ രണ്ടോ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചെന്നല്ലാതെ ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തു വച്ചിട്ടില്ലല്ലോ. എൻ്റെ ഭർത്താവിന് എന്നെ വിശ്വാസവുമാണ്. പക്ഷേ ഇതേ ആദർശേട്ടൻ ചെയ്ത കാര്യങ്ങൾ മറച്ചു വെക്കാൻ പറ്റുന്നതാണോ? അനഘ എന്ന് പറയുന്ന ആ പെൺകുട്ടിയോട് എന്തുമാത്രം ദ്രോഹമാണ് ചെയ്തത്. ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോലും അനഘയെ തിരിഞ്ഞു നോക്കാൻ അയാൾ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോഴും ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടൻ തന്നെയല്ലേ. ഈ കുടുംബത്തിലുള്ളവരെല്ലാം അത് അംഗീകരിച്ച് മുന്നോട്ട് പോവല്ലേ. അത് തെറ്റല്ലേ? അബി ഒരു ചെറിയ തെറ്റ് ചെയ്തപ്പം എല്ലാവരും കൂടി അവനെ ക്രൂശിച്ചു. എന്നിട്ടിപ്പോൾ ദേ എന്നെ ന്യായീകരിക്കാൻ ആരും വരണ്ട, എന്നെ പഠിപ്പിക്കാനും ആരും വരണ്ട. അപ്പച്ചി മക്കളുടെ കാര്യങ്ങൾ നോക്ക്.
എന്ന് പറയുക. അപ്പോഴേക്കും ഉടനെ ദേവയാനി പറയാ, നവ്യേ, നിനക്ക് അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. ഇതിനൊക്കെ നീ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും കേട്ടോ. അവസാനം നീ കണ്ണീരും കിനാവും ഒക്കെ ആയിട്ട് നിൽക്കേണ്ടി വരും. ഇവിടെ പലരും ഇപ്പം പലതും വേണ്ടെന്ന് വച്ചിരിക്കുന്നത് നിന്റെയും ഇവൻ്റെയും ഒക്കെ നന്മയെ കരുതിയിട്ടാ. അങ്ങനെ ഉണ്ടാവുമ്പം ഇപ്പം ഈ കാണിക്കുന്ന അഹങ്കാരം അതോടെ തീരുമെന്ന് പറയുക. അപ്പോൾ പെട്ടെന്ന് അബിക്ക് പേടിയാവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവരെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞെങ്കിലോ എന്ന് ഓർത്ത് അബി പെട്ടെന്ന് പറയാം, നവീൻ നീ നിർത്ത്, നീ ഇവരോടൊന്നും തർക്കിക്കാൻ നിൽക്കണ്ട. നിനക്കറിയാലോ ഇവിടെയുള്ളവരുടെ എല്ലാം സ്വഭാവം. നമ്മൾ നന്നാവുന്നത് കണ്ടാൽ ഇവർക്ക് ആർക്കും സഹിക്കില്ല, അസൂയ. അതുകൊണ്ട് വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അബി പെട്ടെന്ന് നവിയെ കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവുക. അപ്പോൾ ജലജ അവിടെ കൊച്ചുമൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. എന്നിട്ട് അത് കയറി പോകുന്നുണ്ട് ജലജ ഒരു അർത്ഥം വെച്ച നോട്ടത്തോട് കൂടിയിട്ട്. അങ്ങനെ അബിയും നവ്യയും കൂടെ പോവുകയാണ്. അതേസമയം ജലജ മോള് ചെന്ന് കഴിയുമ്പോഴേക്കും ജലജയുടെ മോള് അവന്തിക വിളിക്കുകയാണ്. അവന്തികയ്ക്ക് ഇനി തിരിച്ചിങ്ങോട്ട് വരണം എന്നുള്ള പ്ലാനാണല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് വേണം ഇവിടെ ഒരു തകർപ്പ് തകർക്കാൻ എന്നുള്ള രീതിയിൽ അവന്തിക വിളിക്കുക. അവന്തിക വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ ഇപ്പം അവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ, അബിയുടെ കാര്യമൊക്കെ എന്തായെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ കാര്യമൊക്കെ അധോഗതിയാണെന്നേ. ഇപ്പം അവൻ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഭാര്യയില്ലേ നവ്യ, അവളെ ചേർത്ത് പിടിച്ചിരിക്കുക, അവളുടെ ഒപ്പം നിൽക്കുക. ഇപ്പം അവൾ കുറേ പരസ്യ ചിത്രങ്ങളിലും ഒക്കെ അഭിനയിക്കുന്നുണ്ടെന്ന് പറയുക. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അവൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നമുക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ള വരുമാനം ഇപ്പോഴും ഇല്ലേ? പിന്നെ എന്തിനാ നവ്യ ഇതിനൊക്കെ വിടുന്നത്? അവയ്ക്ക് പറയാൻ മേലെ അവളോട് പോകണ്ടാന്ന്. അപ്പോൾ ജലജ പറയാം, എടി അതൊരു ബുദ്ധിപരമായ നീക്കുക. നവ്യ ഇപ്പം ഇതിനൊക്കെ പോകുന്നത് കൊണ്ട് നമുക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടായില്ലെങ്കിലും അതിൻ്റെ പേരിൽ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ അച്ഛനും അമ്മയും ഒക്കെ ഇപ്പോൾ എതിരാണ് നവ്യയ്ക്ക്. അതുപോലെ നവ്യയുടെ അനിയത്തി ഉണ്ടല്ലോ നയന, അവളും നവ്യയും കൂടി നല്ല പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത്. നവ്യ ഒരു തരം വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ പോകുന്നത്. ഞങ്ങളും അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതുവഴി നമ്മളെ വിഷമിപ്പിച്ചവരൊക്കെ കുറച്ചൊന്ന് അനുഭവിക്കട്ടെ, അവരും കണ്ട് ചിരിക്കട്ടെ, കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അവളെ ഞങ്ങൾ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. ഇതൊക്കെ കഴിയുമ്പം അവനൊരു സുപ്രഭാതത്തിൽ അവളെ ഒഴിവാക്കൂന്ന് പറയാം. അപ്പോൾ അവന്തിക്ക് പറയാം, അങ്ങനെയാണെങ്കിൽ അവന് കൊള്ളാം, ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ എനിക്കും തീരുമാനം എടുക്കാനുണ്ടെന്ന് പറയാം. അപ്പോൾ ജലജ ചോദിക്കുക, എന്താ മോളെ, നിൻ്റെ വിവാഹ കാര്യത്തിലായിരിക്കും. അത് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛനോടും അമ്മയോടും ഒക്കെ. എൻ്റെ മോൾ ഇവിടെ വരുമ്പം അവൾക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു വിവാഹ ബന്ധം ഉണ്ടായി കൊടുക്കണം എന്നുള്ളത്. എന്തായാലും അനന്തപുരിക്കാരെക്കാളും ഒട്ടും പുറകിലോട്ടല്ലാതെ ഒരു വിവാഹബന്ധം നിനക്ക് ഞാൻ ഉണ്ടാക്കിത്തരും. ഇനിയിപ്പം പഠനമൊക്കെ കഴിഞ്ഞ് നിനക്ക് ഒരു വിവാഹമാണ് വേണ്ടത്. നല്ലൊരു പയ്യനെ കണ്ട് ഈ അമ്മ അത് നടത്തിത്തരും എന്ന് പറയുമ്പോൾ അവന്തിക പറയാ, അമ്മ അതിനായിട്ടൊന്നും ഒരുപാട് വിഷമിക്കണ്ട, ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അതേ നടക്കുള്ളൂ എന്ന് പറയുമ്പം ജലയോഗിക്കുക, എന്താ മോളെ, എന്താ നീ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നത് അമ്മയോട് പറ. അത് ആദർശേട്ടൻ്റെ കാര്യം തന്നെയാണ്. ആദർശേട്ടനെ ഞാനങ്ങ് വിവാഹം കഴിച്ചാൽ പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പകുതിയും തീർന്നില്ലേമ്മേ. അപ്പം ജലജ ഇങ്ങനെ ആലോചിക്കും, ഇവിടെ പറയുന്നതിന് കാര്യമുണ്ടല്ലോ. അപ്പം ജലജ പറയും, എടി അതെങ്ങനെ നടക്കാനാ? നയന എന്ന് പറഞ്ഞ് ജീവനും കൊണ്ട് നടക്കുന്നവനാ അവനെ നിനക്ക് എങ്ങനെ വിവാഹം കഴിക്കാനാ? മാത്രമല്ല അവന് നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതുപോട്ടെ, നയനെ ഇനി ഒഴിവാക്കിയാലും അവന് പിള്ളേര് രണ്ടാ. നയനയുടെ വയറ്റിലും ഒന്നുണ്ട്, പോരാത്തതിനാ ചന്തുമോള് അവിഹിതത്തിലുണ്ടായത്. അങ്ങനെ ഒരുത്തനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് നിനക്ക് നിർബന്ധമാണോ മോളെ എന്ന് ചോദിക്കുക. അപ്പോൾ അവന്തിക പറയാ, എനിക്ക് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിട്ടൊന്നും അല്ലമ്മേ, നമുക്ക് അവർ തരുന്ന പണിക്ക് തിരിച്ചവർക്കൊരു പണി കൊടുക്കണമെങ്കിൽ അതല്ലേ പറ്റുള്ളൂ. നയനെയും കുഞ്ഞിനെയും ഒക്കെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി ഞാൻ ആദർശേട്ടൻ്റെ മനസ്സിൽ കയറിക്കൂടും. പിന്നെ ഞാൻ ഈ അനന്തപുരിയിലെ മഹാറാണിയായിട്ട് അങ്ങ് വാഴും. അമ്മയ്ക്കും അതുപോലെ അബിക്കും ഒന്നും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരില്ല. പിന്നെ അങ്ങനെയുള്ള ചില പ്ലാനുകളും എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയുമ്പം ജലജയ്ക്ക് മനസ്സിൽ ഇടുപെട്ടിയ പോലെ ആവും. അപ്പോൾ ജലജ പറയാ, നീ അങ്ങനെയൊക്കെ ചിന്തിച്ചല്ലേ? അത്രയൊന്നും ഞാൻ ചിന്തിച്ചില്ല. നിന്റെ ജീവിതത്തിൻ്റെ കാര്യമാണ്, നീ തന്നെ ആ കാര്യത്തിന് തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് മോളെ, നല്ലതാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാമെന്ന് ജലജയും പറയാം. എന്നിട്ട് ഫോൺ വെച്ചിട്ട് ജലജ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ആലോചിക്കുക കേട്ടോ. ഇനിയിപ്പം നയനെയും കുഞ്ഞിനെയും എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അവന്തിക എങ്ങനെയെങ്കിലും ആദർശിൻ്റെ ഭാര്യയായിട്ട് വരണം. നയനെ ഒഴിവായാൽ പിന്നെ അവന്തിക അവൻ്റെ മനസ്സിലേക്ക് കയറി കൂടിക്കോളും. പിന്നെ ചന്തുമോള് അതിപ്പോൾ ഒരു പ്രശ്നമേ അല്ല. ആദർശിൻ്റെ ഭാര്യ എങ്ങാനും അവന്തിക ആയാൽ പിന്നെ ഈ സാമ്രാജ്യം മുഴുവൻ എൻ്റെ വിരൽ തുമ്പിൽ തന്നെ നിൽക്കും. ആരും ഇവിടെ നിന്ന് അനങ്ങാൻ പോകുന്നില്ല. ദേ
ഏടത്തിയുണ്ടല്ലോ ദേവയാനി, അവർ പോലും അഴങ്ങില്ല. അങ്ങനെ ഒരു പ്ലാനും കൂടെ എൻ്റെ മനസ്സിലിപ്പോൾ ഉണ്ട് എന്ന് ജലജ ഇങ്ങനെ ദുഷ്ടചിന്ത ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം വൈകുന്നേരമൊക്കെ ആകുമ്പം നമ്മുടെ നവ്യ തിരിച്ചു വരുക. അഭിയൊന്നുമില്ല കേട്ടോ. കുറച്ചധികം രാത്രിയായി കഴിഞ്ഞാണ് വരുന്നത്. നവ്യ തനിയാണ് വരുന്നത്. ജലജയൊക്കെ റൂമിലാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജലജയും അഭിയും ഒക്കെ റൂമിലുണ്ട്. പക്ഷേ നവ്യ തന്നെ വന്ന് കയറുക. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും നയനയും ഒക്കെ അവിടെയുണ്ട്. അപ്പം നവ്യ ഇത്രയും രാത്രിയായി ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങുന്നത് കാണുമ്പോഴേക്കും ഉടനെ തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ട്, അതെന്താ നവ്യ നീ ഇന്ന് താമസിച്ച് പോയത്? ഇത്രയും വൈകി ഇവിടെ വന്ന് കയറുന്നത്? ഇപ്പം സമയം എത്രയായെന്നറിയാവോ? എല്ലാവരും അത്താഴം കഴിച്ച് കിടക്കാൻ പോയി. നിൻ്റെ അമ്മായിയമ്മയും ഭർത്താവും ഉൾപ്പെടെ റൂമിലാണ്. നിന്നെ കാണാത്തത് കൊണ്ടും ഇതുവരെ എത്താത്തത് കൊണ്ടും മുത്തശ്ശനും മുത്തശ്ശി ഇതുവരെ ഉറങ്ങാൻ പോയില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ? നിനക്കെല്ലാവരോടും വെറുപ്പും ദേഷ്യമൊക്കെ ആണെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പെൺകുട്ടിയല്ലേ നീ? ഇന്നത്തെ കാലത്ത് എന്തെല്ലാം സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്? അപ്പം നവ്യ പറയുക, എന്ത് സംഭവം ഉണ്ടാവാനാ? ഞാനെൻ്റെ ജോലി ചെയ്യാൻ പോയി. ജോലി കഴിഞ്ഞ് എന്നെ അവർ പ്രൊഡക്ഷൻ ടീം ഇവിടെ കൊണ്ടുവിട്ടു. അതിലിപ്പോൾ എന്താ ഇരിക്കുന്നത്? അതുപോലല്ലേ ഇന്നത്തെ കാലത്ത് എല്ലാ പെൺകുട്ടികളും ജോലിക്ക് പോകുന്നത്. അപ്പം മുത്തശ്ശൻ പറയാം, അതൊക്കെ ശരിയാ മോളെ, പെൺകുട്ടികൾക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ട്, അവരൊക്കെ ജോലിക്ക് പോകുന്നുമുണ്ട്. പക്ഷേ നിന്റെ ഭർത്താവ് ഇങ്ങനെ ഒരുത്തനാ. നിന്നെ ആത്മാർത്ഥമായിട്ട് അവൻ സ്നേഹിക്കുന്നൊന്നുമില്ല. നിന്നെ ഒഴിവാക്കാനുള്ള വഴി നോക്കി നടക്കുന്നവനാ. അതുകൊണ്ടല്ലേ അവനതൊന്നും അന്വേഷിക്കാതെ പോലും ഇരുന്നത്. ഈ വീട്ടിലെ പെൺകുട്ടികൾ ആരും ഇങ്ങനെ പോയി ജോലി ചെയ്തിട്ടില്ല. അല്ല, നമ്മുടെ അനന്തപുരി തറവാടിന് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ മോളിപ്പോൾ ശത്രുപക്ഷത്തോടെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് പേടി എന്ന് മുത്തശ്ശൻ പറയാം. അപ്പോഴേക്കും നവ്യ പറയും, എന്തിനു പേടിക്കണം? ഞാൻ ഏത് ശത്രുപക്ഷത്തിലൂടെ നടന്നെന്നാണ് നിങ്ങൾ പറയുന്നത്? ഓ, നിങ്ങളെപ്പോലൊരു രാജാവിനെ അനുസരിക്കാത്തതിൻ്റെ പക വീട്ടുകായിരിക്കും അല്ലേ? അപ്പം മുത്തശ്ശൻ പറയാം, അതല്ല മോളെ, നമ്മുടെ ശത്രുക്കളായ പലരും നമ്മുടെ കുടുംബം തകർക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവരൊക്കെയാണ് മോളെ കൊണ്ട് ആ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിപ്പിച്ചതും നമ്മളോട് പകരം വീട്ടിയതും ഒക്കെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് മോള് പോകുമ്പം കുറച്ചൊക്കെ സൂക്ഷിക്കണം. രാത്രിയിലൊക്കെ ഇത്രയും വൈകി വരാതിരിക്കാൻ വേണ്ടി മോള് ശ്രമിക്കണം എന്ന് പറയാണ്. അപ്പോൾ നവ്യയ്ക്ക് അങ്ങ് ദേഷ്യം വരുക. എന്നെ ഭരിക്കാൻ വരുക. ഞാൻ രാത്രി കുറച്ച് താമസിച്ചെന്നും പറഞ്ഞ് ഈ വീട്ടിലേക്ക് വന്ന് കയറാൻ മേലെന്നുള്ള അവസ്ഥയായോ എന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശി എണീറ്റ് എന്നിട്ട് പറയാം, നവ്യേ, നീ എന്തിനാ മുത്തശ്ശനോട് ഇങ്ങനെ തർക്കിക്കുന്നത്? മുത്തശ്ശനോട് തർക്കിക്കാനുള്ള അത്ര അഹങ്കാരമൊന്നും നിനക്കായിട്ടില്ല. നീ ഇപ്പം കാണിച്ചത് അഹങ്കാരമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്രയും രാത്രി വൈകിപ്പോൾ അഭിയെ വിളിച്ചുകൂടായിരുന്നോ നിനക്ക്? ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടുന്ന് ഡ്രൈവറെ വിട്ടേനേലോ. എവിടെയെല്ലാം തോന്നിവാസം കറങ്ങിയിട്ട് ഇവിടെ വന്ന് കയറാൻ പറ്റില്ല. നിന്റെ അമ്മയും അച്ഛനും നിന്നെ ഇങ്ങനെയാണോ പഠിപ്പിച്ചത്? കനകയും ഗോവിന്ദനും ഒരിക്കലും അങ്ങനെ മക്കളെ പഠിപ്പിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം അവരുടെ മക്കളല്ലേ ഈ നയനയും അതുപോലെ നന്ദുവൊക്കെ. അവരൊക്കെ എത്ര മര്യാദയ്ക്കാണ് ജീവിക്കുന്നത്. അല്ലെങ്കിലും നവ്യയ്ക്കിപ്പോൾ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണെന്നറിയില്ല. ഇതിനൊക്കെ നീ വിഷമിക്കേണ്ടി വരുമെന്ന് പറയാം. അപ്പം നവ്യയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് നവ്യ മുത്തശ്ശിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചെല്ലുക. എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ എന്നെ ഭരിക്കാൻ വരാറായോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ചിലപ്പോൾ അനന്തപുരിയിലെ കെട്ടിലമ്മയായിരിക്കും. നവ്യയ്ക്ക് നവ്യയുടേതായ സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ചെയ്തു തന്നിട്ടും എൻ്റെ ഭർത്താവിനെ ഒരു ജയിൽ പുള്ളിയാക്കി മാറ്റിയതും എല്ലാം നിങ്ങളാ. അന്നേരമൊന്നും ഇല്ലാത്ത സദാചാരം ഇപ്പോഴോ? ആദർശ് ചെയ്തു കൂട്ടിയ തെറ്റുകളെല്ലാം കണ്ടിട്ട് കണ്ണടച്ച് നിൽക്കുന്നത് നിങ്ങളാ. അവിഹിതത്തിലൊരു കുഞ്ഞുമായിട്ട് ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ഇല്ലാത്ത സദാചാരി എന്നോട് കാണിക്കാറായോ നിങ്ങൾ? ഇത്രയും പ്രായമായില്ലേ നിങ്ങൾക്ക്? ഇനിയെങ്കിലും ഈ രാജപദവിയൊക്കെ ഉപേക്ഷിച്ച് അടങ്ങി ഒതുങ്ങി ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും പെട്ടെന്ന് മുത്തശ്ശനങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. മുത്തശ്ശിയോട് എടുത്തടിച്ച പോലെ അങ്ങ് ഇതെല്ലാം അങ്ങ് വിളിച്ച് പറയാണ്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി ചാടി എണീക്കുക. എന്നിട്ട് പറയുക, നവ്യേ, നീ എന്താ പറയുന്നത്? നീ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാനും വിരൽ ചൂണ്ടി സംസാരിക്കാനും ഒക്കെ ആയോ? നിനക്കറിയോ വസുന്ധരയൊക്കെ ജീവിച്ചത് എങ്ങനെയാണെന്നുള്ളത്? ഇപ്പോഴും നിങ്ങൾ കൊച്ചുമക്കളെ വസുന്ധരയുടെ മനസ്സിലൊരു പ്രധാന സ്ഥാനമാണ് ഉള്ളത്. നിങ്ങളൊക്കെ എത്ര തെറ്റ് ചെയ്താലും അവരോടൊക്കെ ക്ഷമിക്കാനാ വസുന്ധര പറയുന്നത്. എന്നിട്ടും നിങ്ങളൊക്കെ ഇത്രയും പ്രായത്തിന് മൂത്ത മുത്തശ്ശിയോട് ഇങ്ങനെ പറയുന്നോ? വസുന്ധരയുടെ മക്കളും മറ്റു ചെറുമക്കളും ഒന്നും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. നാട്ടുകാർ പോലും ഒരു ബഹുമാനത്തോടെ കാണുന്നവരാ ഞങ്ങൾ രണ്ടുപേരും. നീതിയും ന്യായം ഇല്ലാതെ ഞങ്ങളാരും ജീവിച്ചിട്ടുമില്ല. നിന്റെ ഒരു തെറ്റ് പറഞ്ഞപ്പോഴേക്കും ഇത്രയ്ക്ക് അഹങ്കാരമായോ നവ്യ നിനക്ക്? നീ എന്ത് കണ്ടിട്ടാ ഇപ്പം ഇത്രയും അഹങ്കരിക്കുന്നേ?
അപ്പോഴേക്കും നവ്യയ്ക്ക് വീണ്ടും ദേഷ്യം വന്നിട്ട്, ദേ അടുത്തയാൾ ഭരണത്തിന് വന്നു, എല്ലാവരും കൂടി നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾക്ക് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നുണ്ടല്ലോ. അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ അങ്ങ് സ്തംഭിച്ചു പോകുമെന്ന്. എന്നാൽ പിന്നെ അതെന്താണെന്നൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? എന്തിനാ ഈ മറച്ചു വെക്കുന്നത്? അബിയെക്കുറിച്ച് എന്ത് കാര്യമാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? അതെന്നോട് തുറന്നു പറയാൻ മേലാത്തതിൻ്റെ കാര്യം എന്നാ? അപ്പം നയന പറയാ, ചേച്ചി അത് ചേച്ചിയോട് പറഞ്ഞാൽ ചേച്ചിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ചേച്ചി പല അബദ്ധങ്ങളും ചെയ്തു കൂട്ടും. എന്ത് അബദ്ധം ചെയ്തു കൂട്ടാനാ നയനെ? ഞാൻ ഇതിൽ കൂടുതൽ ഒരു അബദ്ധവും ചെയ്തു കൂട്ടില്ല. എനിക്ക് ജീവിതത്തിൽ തരണം ചെയ്യാനായിട്ടുള്ള നല്ല ധൈര്യമുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് എന്താന്ന് വെച്ചാൽ പറ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ എണീറ്റിട്ട് പറയാ, ഞാൻ പറയാം കാര്യങ്ങളൊക്കെ. ഇനിയും നവ്യയോട് ഇത് മറച്ചു വെച്ചിട്ട് യാതൊരു കാര്യമില്ല. നവ്യേ, നിന്റെ ഭർത്താവ് അഭിയുണ്ടല്ലോ, അവൻ നിന്നെ ശരിക്കും സ്നേഹിക്കുകയല്ല, ചതിക്കുക ചെയ്യുന്നത്. ജലജയും അതിന് കൂട്ടു നിൽക്കുക. ഈ കുടുംബത്തിലുള്ളവരെ എങ്ങനെയെങ്കിലും തമ്മിൽ തല്ലിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നാ അതുങ്ങൾ രണ്ടും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നിന്നെ ഇപ്പോൾ വശീകരിച്ച് വെച്ച് ഇങ്ങനെയൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അത് എന്താണെന്ന് നീ മനസ്സിലാക്കണം. അപ്പോൾ നവ്യ ചോദിക്കുക, എന്താണെന്ന് ഇതിൽ കൂടുതൽ ഞാനെന്ത് മനസ്സിലാക്കാനാ? അവരാരും പറഞ്ഞു തന്നിട്ടൊന്നുമല്ല ഞാനിങ്ങനെ ചെയ്യുന്നത്. എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ അഭിമാനവും എൻ്റെ അന്തസ്സും ഒന്നും ഞാൻ ആർക്കും പണയം വച്ചിട്ടില്ല. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാം, നീ സമാധാനപൂർവ്വം ഒന്ന് കേൾക്കണം നവ്യെ. നിന്റെ ഭർത്താവ് അബിയുടെ കുഞ്ഞാ ഇവിടെ ഓടി നടക്കുന്ന ഈ ചന്തുമോള്. നീ പല പ്രാവശ്യവും ചന്തുമോളെ ഉപദ്രവിച്ചിട്ടില്ലേ? അച്ഛനില്ലാത്ത കുഞ്ഞെന്നും അമ്മയില്ലാത്ത കുഞ്ഞെന്നും പറഞ്ഞിട്ടില്ലേ? അവിഹിതത്തിലുണ്ടായ കുഞ്ഞെന്ന് വിളിച്ച് പറഞ്ഞിട്ടില്ലേ? ആ കുഞ്ഞ് നിന്റെ ഭർത്താവിന് അവിഹിതത്തിലുണ്ടായതാ. നിന്റെ ഭർത്താവ് അനഘയിൽ ഉണ്ടായ കുഞ്ഞാണത്. അനഘ ഈ വിധത്തെ ദ്രോഹിച്ചിരിക്കുന്ന ആദർശല്ല, അബിയാണ്. അപ്പം നവ്യ പറയാ, പുതിയ അടവായിട്ട് വന്നിരിക്കുക. ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എന്നേ പറഞ്ഞേനെ. എന്നിട്ട് എന്താ അബിയോട് ആരും ഇത് ചോദിക്കാത്തത്? അവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാത്തത്? അപ്പോൾ മുത്തശ്ശൻ പറയാ, അതിനും കാരണമുണ്ട്. നീ പ്രസവിച്ചെഴുന്നേറ്റ് നിന്റെ കൈക്കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് കയറിയപ്പോഴാണ് അറിഞ്ഞത് അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്നുള്ള കാര്യം. ആ നിമിഷം അത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്താവും? നീ ആ കൈക്കുഞ്ഞുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? അല്ലെങ്കിൽ നീ ആത്മഹത്യ ചെയ്യില്ലേ? അതൊക്കെ സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് എല്ലാവരും അത് മറച്ചു വെച്ചത്. നിന്റെ സ്വഭാവം നിന്റെ അനിയത്തിക്കും വീട്ടുകാർക്കും ഒക്കെ അറിയാവുന്നത് കൊണ്ടാ. ഈ സത്യം കനകയ്ക്കും ഗോവിന്ദനും നന്ദുവിനും ഈ വീട്ടിൽ എല്ലാവർക്കും, നിന്റെ അമ്മായിയമ്മയ്ക്ക് ഒഴികെ എല്ലാവർക്കും ഇതറിയാം. പിന്നെ അതിന് തെളിവ് വേണമെന്ന് നീ പറഞ്ഞില്ലേ? അബിയുടെ DNA ടെസ്റ്റിന്റെ റിസൾട്ട് ഇവിടെ നയനയുടെയും ആദർശിന്റെയും കയ്യിലുണ്ട്. അവരത് മറച്ചു വെച്ചത് നീ ഇവിടുന്ന് ഒഴിവായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നവ്യെന്ന് പറയുക. എന്നേരത്തേക്കും നയന കൊണ്ടുവന്ന് അത് കാണിക്കുക. ചേച്ചി ദേ ഇത് കണ്ടോ, ഇത് ചേച്ചി വായിച്ചു നോക്ക്. ഇത് ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല. നിങ്ങളുടെ കുടുംബം തകരരുതെന്ന് വെച്ച് നിങ്ങളുടെ കുഞ്ഞിനെ ഓർത്തിട്ട് ആണ് ഇവിടെ എല്ലാവരും ഇത് സഹിച്ചത്. ദേ ചേച്ചിയെ എതിർത്ത് പറഞ്ഞ മുത്തശ്ശനും മുത്തശ്ശിയും വരെ ഇത് സഹിച്ചത് അതുകൊണ്ടാണ്. അത് ചേച്ചി മനസ്സിലാക്കണം എന്ന് പറയാം. അപ്പം ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നവ്യ അങ്ങ് സ്തംഭിച്ചു പോവുക. നവ്യ പൊട്ടിക്കരയാണ്, വാ പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരയുക. അപ്പോഴേക്കും ആശ്വസിപ്പിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. മുത്തശ്ശി പറയാം, മോളെ നവ്യ നീ കരയാതെ. എന്തിനാ മോള് കരയുന്നത്? അല്ല മുത്തശ്ശി, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചതിന് നിങ്ങൾ എന്നോട് മാപ്പ് തരണം എന്നും പറഞ്ഞ മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയൊക്കെ കാൽക്കൽ വീണ് കരയുക നവ്യ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഇനി എനിക്ക് ആ തെറ്റ് തിരുത്തണം. എനിക്ക് അനഘയെ കാണണം, അനഘയോട് ചെന്ന് മാപ്പ് പറയണം എന്നൊക്കെ പറയാണ്. അങ്ങനെ പോവാണ് കേട്ടോ നമ്മുടെ നവ്യ അനഘയെ കാണാൻ ചെന്ന് അനഘയോട് ചെന്ന് മാപ്പ് പറയാണ്. അനഘയെ ഡിസ്ചാർജ് ചെയ്ത് അനന്തപുരിയിലേക്ക് കൊണ്ടുവരുവാണ് കേട്ടോ നവ്യ. അപ്പോഴും ജലജ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ ജലജയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. ജലജ പറയാ, എന്തിനാ ഈ അനഘയെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ആദർശ് ഈ പെണ്ണെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കാനാണോ? അവന് 2 ഭാര്യമാർ വേണോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ അനഘയെ ഉപദ്രവിക്കുകയാണ് കേട്ടോ നമ്മുടെ ജലജ. അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നവ്യയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. നവ്യ പറയാണ്, നിങ്ങൾ എന്താ കാണിക്കുന്നത്? എന്തിനാ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത്? അപ്പോൾ ജലജ പറയാ, എന്താ എനിക്ക് ഇവിടെ വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആദർശിൻ്റെ അവിഹിതത്തിനെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എവിടെയെങ്കിലും നിർത്തി ആരെങ്കിലും ഹോം നേഴ്സിനെ വല്ലതും നിർത്തിയാൽ പോരെ? ഇത് എന്തുദ്ദേശത്തിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? അപ്പം നവ്യ പറയാം, ഞാനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവളെ. അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? അപ്പോൾ ചോദിക്കുക, നീ എന്തിനാ ഇവളെ കൊണ്ടുവന്നത്? നിനക്കെന്ത് കാര്യമുള്ളത്? അപ്പോഴേക്കും ജലജയോട് സത്യങ്ങളൊക്കെ വിളിച്ചു പറയാ നവ്യ പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ മകൻ്റെ കുഞ്ഞാണ് ഈ ചന്തുമോള്. നിങ്ങളുടെ മകനാണ് ഈ അനഘയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണം. അതുകൊണ്ട് തന്നെ ഇവൾ ഇവിടെ തന്നെ ജീവിക്കും. ഇവളുടെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ തന്നെ നോക്കും. അല്ലാതെ നിങ്ങളുടെ മകൻ്റെ കാലിൽ പിടിച്ച് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല. പച്ചയ്ക്ക് അവൻ എന്നെ ചതിക്കായിരുന്നു. അവൻ ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ട്.
അതിലൊരാൾ മാത്രമാണ് ഈ അനഘ. ഇതിനെല്ലാം കാരണം നിങ്ങളാണ് അവനെ ഇങ്ങനെ വഷളാക്കിയത്. നിങ്ങളുടെ വളർത്തു ഗുണം കൊണ്ടാണ് നിങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെ ആയി തീർന്നത്. നിങ്ങളുടെ മകനെ ഏറ്റവും വലിയ തെറ്റുകാരൻ അല്ലാതെ ആദർശേട്ടനല്ല. കുറച്ച് ദിവസമെങ്കിലും ഞാൻ ആദർശേട്ടനെ തെറ്റിദ്ധരിച്ചു പോയി. അതിന് ഞാൻ ആ മനുഷ്യനോട് മാപ്പ് പറയുകയാണെന്നൊക്കെ പറഞ്ഞ് നവ്യ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്